നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ അഡിക്ഷൻ എന്നുള്ളൊരു കാര്യം ഇവിടെ പലരും സൂചിപ്പിച്ചു. അത് തീർച്ചയായും ചികിത്സിക്കപ്പെടേണ്ടതാണ്. ഒരു നല്ല കൗൺസിലറെ ഏത് കാര്യത്തിലും അമിതമായ ആശ്രയത്വം പാടില്ലല്ലോ. അത് ലോട്ടറി മേഖലയാണല്ലോ, ഏത് മേഖലയാണല്ലോ അതിലേക്ക് മാത്രമായിട്ട് മുഴുകിപ്പോകുന്നത് നമ്മൾ അഡിക്ഷൻ എന്ന് പറയും. അതേത് മേഖലയിലും. അപ്പൊ അതിന് നമുക്ക് വേണ്ടത് ശരിയായ കൗൺസിലിംഗ് ആണ്, ശരിയായ ചികിത്സയാണ്. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ച വേറെ കാര്യമാണ്. ഇപ്പോൾ ഒരു ആശയം തോന്നി, ഈ മലബാർ മേഖലയിൽ കുറിക്കല്യാണം എന്നൊരു പ്രോഗ്രാം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഒരാൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ ആ സമീപത്തുള്ള ആളുകളെല്ലാം ചേർന്ന് 50 രൂപ 100 രൂപ അങ്ങനെ ചെറിയൊരു തുക ഈ ആ വ്യക്തിക്ക് ഒരു സംഭാവന പോലെ കൊടുക്കുന്നു, ഒരു പ്രത്യേക മീറ്റിങ്ങിൽ വെച്ച്. അതിനുശേഷം മറ്റേ ആൾക്കൊരു ആവശ്യം വരുമ്പോൾ ഈ വ്യക്തികളെല്ലാം കൂടി അദ്ദേഹത്തിന് കൊടുക്കുന്നു. അങ്ങനെ എല്ലാവർക്കും അവരവരുടെ വീട്ടിലെ ആവശ്യങ്ങൾ നടക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് രീതി മലബാറിലുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ട് മനസ്സിലാക്കിയതാണ്. മലബാറിലെ വടകര, വില്യാപ്പള്ളി ആ മേഖലകളിലെല്ലാം ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അതിന്റെ വേറൊരു രൂപമായിട്ട് ഈ ലോട്ടറി മാന്യമായിട്ടാണ്, അതായത് ഒരാൾ അഡിക്ഷനിലൊന്നും വീഴുന്നില്ലെങ്കിൽ മാന്യമായിട്ട് നമുക്ക് ഒരു ലോട്ടറിയൊക്കെ ഒരു മാസത്തിലൊക്കെ എടുത്തു പോവുകയാണെങ്കിൽ കുറിക്കല്യാണത്തിന്റെ വേറൊരു രൂപമായിട്ട് ഇതിനെ കണ്ടെന്ന് ഓർത്ത് യാതൊരു കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിനൊരു മനഃശാസ്ത്രപരമായ കാഴ്ചപ്പാടിൽ സാറ് പറഞ്ഞതുപോലെ അഡിക്ഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും. 9 ലക്ഷക്കാർ എന്ത് പറയുന്നു? എനിക്ക് പറയാനുള്ളത് ഇപ്പൊ സിയർ സാർ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു. കാരണം നമ്മൾ ആർത്തി കൊണ്ടാണ് ഈ ടിക്കറ്റ് എടുക്കണെന്ന് പറഞ്ഞു. ആഹ്ലാദം കൊണ്ടും ആർത്തി കൊണ്ടും ടിക്കറ്റ്. അത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ആ ടിക്കറ്റ് എടുത്തിട്ട് ആ ലോട്ടറി അടിച്ചുകൊണ്ടാണ് എന്നെ താഴെയുള്ള 2 സഹോദരിമാരെ വിവാഹം ചെയ്ത് കഴിക്കാൻ പറ്റുന്നത്, വിടാൻ പറ്റുന്നത്. ഇതല്ലെങ്കിൽ എനിക്ക് എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത കുടുംബം. അല്ല, സന്തോഷമുള്ളൂ. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ട്. എനിക്കറിയാം, ബാങ്ക് വീട് ജപ്തി ചെയ്യാമെന്ന 1000 ആളെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് എല്ലാവർക്കും സഹായിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ ഈ കടബാധ്യതയുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട്, മുടിഞ്ഞു പോയവരുണ്ട്. ഇത് ലോട്ടറി എടുത്തിട്ടല്ല ഞാൻ പറയണേ, ജീവിതത്തിൽ. അദ്ദേഹം സഹായിച്ചു 2 പേരെ, ഇദ്ദേഹം കുറെ ആളുകളെ സഹായിച്ചു, നല്ല കാര്യം ഇദ്ദേഹം സഹായിക്കുന്നുണ്ട്. അതല്ല ചോദ്യം, കാരുണ്യ. അപ്പൊ അദ്ദേഹം പറഞ്ഞു 4% സർക്കാരിന്റെ ഇൻകം. അതായത് ഇപ്പൊ 100 കോടി രൂപ ഉണ്ടെങ്കിൽ 4 കോടിയേ സർക്കാരിന് കിട്ടുള്ളൂ. അതാണ് കാരുണ്യം. ബാക്കി 96 കോടി രൂപ ഈ ഗാംബ്ലിംഗ് ബിസിനസ്സിൽ ഏജന്റും കമ്മീഷനും തൊഴിലായിരിക്കും. തൊഴിലല്ല എന്ന് ഞാൻ പറയുന്നില്ല, അതിനായിട്ട് പോവാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാരുണ്യക്ക് കിട്ടുന്ന എമൗണ്ട് എത്ര കുറവാ. നമ്മൾ കാരുണ്യ എന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നമുണ്ട്. അദ്ദേഹം പറഞ്ഞ് കറക്റ്റ് ആണെങ്കിൽ 4% ഉള്ളൂ. 4% ഈ കാരുണ്യക്ക് പോകുള്ളൂ. ബാക്കി ഞാൻ കൊടുക്കുന്ന 100 രൂപ ടിക്കറ്റ് ഞാൻ എടുത്താൽ, അല്ലെങ്കിൽ 50 രൂപയുടെ എടുത്താൽ 2 രൂപ കൊടുക്കുള്ളൂ. അപ്പൊ കാരുണ്യക്കാണെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്നതിൽ ഒരു കഥയൊന്നുമില്ല. എനിക്കാണെങ്കിൽ സർക്കാരിന്റെ ഫണ്ടിലേക്ക് അയച്ചു കൊടുത്തുകൂടെ? 50 രൂപ അയച്ചു കൊടുത്താൽ 25 ആൾ ടിക്കറ്റ് എടുക്കണേക്കാളും കൂടെ ഉണ്ട്. നിങ്ങളും പോലെ ആളുകൾ കാരുണ്യം മാത്രം എടുക്കുന്നവരുണ്ട്. അല്ല സാർ, കാരുണ്യക്ക് ഞാൻ 50 രൂപ ടിക്കറ്റ് എടുക്കുമ്പോ 2 രൂപയെ കാരുണ്യം ഫണ്ടിലേക്ക് വരുന്നുള്ളൂ. 4% അല്ലേ വരുന്നുള്ളൂ. ബാക്കി 48 രൂപ ഞാൻ അപ്പൊ എന്റെ അതിമോഹം തന്നെയാണ്. ഒരു മോഹം കൊണ്ടാണ് ഞാനത് എടുക്കുന്നത്. ഒരു ടിക്കറ്റ് 4% ആവുമ്പോ ലക്ഷക്കണക്കിന് ടിക്കറ്റ് ആകുമ്പോ നല്ലൊരു തൊഴിൽ ആയിക്കോട്ടെ. അത് മാത്രമല്ല, ഇത് 365 ദിവസം ഉണ്ടല്ലോ. 365 ദിവസത്തെ ആകുമ്പോ ഒരു തുക നല്ല രീതിയിൽ വരുന്നുണ്ട്. നമുക്കറിയാം, കാരുണ്യ ബെനവലന്റ് ഫണ്ടിന്റെ എത്ര ആളുകൾക്കാണ് അതിന്റെ ഗുണം കിട്ടിയത്. കഴിഞ്ഞ തവണ വിഷു ബമ്പറില് ലാഭം വീട് വെക്കാൻ വേണ്ടിയാണ് മാറ്റിവെച്ചത്. 162 വീടാണ് ആ ഇനത്തില് സർക്കാർ ലാഭം കൊണ്ട് മാറ്റി. ഈ ലോട്ടറി അടിക്കുന്ന ജില്ലകൾ പ്രത്യേകിച്ചുണ്ട്. പാലക്കാട്, ആലപ്പുഴ, എറണാകുളം, ഇങ്ങനെയുള്ള അത് ഓരോ കാലഘട്ടം അത് കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിക്കുന്ന ജില്ലകൾ ഒരു പെർസെന്റേജ് അങ്ങോട്ട് കൂടുതൽ സാധ്യതയുണ്ട്. നമ്മളിതൊരു ചാൻസ് ആണല്ലോ. അങ്ങനെ കൂടുതൽ പെർസെന്റേജ് ഇപ്പം പാലക്കാട് പോലെയുള്ള ജില്ലകളിൽ കൂടുതൽ ടിക്കറ്റ് വിൽക്കുന്നുണ്ട്. അതുപോലെ കൊല്ലത്ത് കൂടുതൽ ടിക്കറ്റ് വിൽക്കുന്നുണ്ട്, തിരുവനന്തപുരത്ത് വിൽക്കുന്നുണ്ട്. അന്നേരം സ്വാഭാവികമായിട്ടും കൂടുതൽ ടിക്കറ്റ് വിൽക്കുന്നിടത്ത് പ്രൈസിനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? ആൾക്കാർ കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അനൂപേ, ഒരു ആഹ്ലാദകരമായ ഒരു അവസ്ഥ ഇപ്പൊ ജീവിതത്തിൽ വന്നല്ലോ അല്ലേ? ഇനിയിപ്പോ എന്തുവാ ഹോട്ടലിന്റെ എക്സ്പാൻഷൻ എങ്ങനെയാ? കുറച്ച് ഹോട്ടലോട് തുടങ്ങുമോ? അതെ, ഇനി ഇതിന് മെച്ചപ്പെട്ട് ഞാൻ അടുത്ത് തുടങ്ങിക്കൊണ്ടിരിക്കും. സ്വന്തം അനുഭവങ്ങളിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ആവശ്യം തോന്നിയോ? ഒരു പുള്ളി അല്ല, ആ പുള്ളിയാണ് ഇതിന്റെ കണക്കും കാര്യങ്ങളെല്ലാം എന്നെ പറഞ്ഞു. ഒരു ചേട്ടനെ പോലെ കൂടെ എല്ലാം ഉണ്ട്. ഒരാൾ ഇതൊക്കെ നോക്കാൻ വേണം. അപ്പൊ ഈ സിയാറ പറഞ്ഞ പോലെ ഇതിനകത്തൊരു മനഃശാസ്ത്രം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ സാറ് പറഞ്ഞോണ്ട് ചോദിക്കുന്നുണ്ട്. നമ്മള് ഒന്നിൽ പരം ടിക്കറ്റ് എടുത്താലാണ് അതിനെ ചൂതാട്ടം എന്ന് പറയുന്നത്. നമ്മൾ ഒരു ടിക്കറ്റ്, അതേപോലെ നമ്മൾ ജോലി ചെയ്തിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്, ചുമ്മാ പോയി എടുക്കുന്നില്ല. ഒരു ടിക്കറ്റ് പ്രതീക്ഷയാണ്, ഒരു ടിക്കറ്റ് എടുക്കാം. ഓക്കെ, എന്തായാലും നമ്മുടെ ഭാവി ഒരുവിധം കരിപ്പിടിപ്പിച്ചിട്ടുണ്ട് നമ്മള്. അനൂപായിട്ട് ഞങ്ങൾക്ക് ഒരു സിറ്റിംഗ് തന്നെ കൊടുത്തറിയാം. ഞങ്ങൾക്ക് അനൂപിന്റെ കാശ് ഞങ്ങൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ മാനേജ് കൊടുത്താൽ അടിച്ചു മാറ്റുമോ അതിനകത്ത്? ഞങ്ങളൊന്നുമല്ല, അനൂപിന്റെ പൈസക്ക് ഒരു മൂല്യം ഉണ്ടാക്കി കൊടുക്കാൻ കൂടുതൽ ആൾക്കാരെ ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. എനിക്കൊരു കാര്യമുള്ളൂ.
ഞാൻ ലോട്ടറി എടുക്കുന്നതിന് ഞാൻ എതിരല്ല. പക്ഷെ ഞാനിപ്പം പലരും ഇവിടെ പറയുന്ന കേട്ടു, ലോട്ടറി എടുക്കുന്നത് ഈ ലോട്ടറി ആയിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നവരെല്ലാരും ഈ തീരെ പാവങ്ങളാണ്, അല്ലെ കാല് വയ്യാത്തവരാണ്. പക്ഷെ അങ്ങനെയല്ല സാറേ. കാരണം 72 സെയിം വരെ വിൽക്കുന്ന ലോട്ടറിക്കാരെ എനിക്കറിയാം. നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് വന്നിറങ്ങുന്ന ഒരുപാട് പേരുണ്ട് ഈ തൊഴിൽ ചെയ്യുന്നവര്. അവരൊക്കെ 72 സെയിം ഒക്കെ വിൽക്കുന്നവരാണ്. അവർക്ക് ഒരു യാതൊരുവിധ അംഗവൈകല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അതുപോലും എടുക്കുന്ന ഒരുപാട് ആളുകളെ എനിക്ക് നേരിട്ട് അറിയാം സാർ, നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് അഡിക്ഷൻ തന്നെയാണ്. അഡിക്ഷൻ ആണ് നമ്മുടെ പ്രശ്നം അല്ലേ? അപ്പൊ എന്തായാലും നമ്മള് ഈ ലോട്ടറി എടുക്കുന്നവരും എടുക്കാത്തവരും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായി കാണും. എപ്പോഴും നാളെയാണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു പ്രതീക്ഷ വരും. ആ പ്രതീക്ഷയിൽ ജീവിച്ചു പോകുന്നതുകൊണ്ടാണ് ഇതിലൊരു ചെറിയ മനഃശാസ്ത്രം വേണ്ടാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് CR നീലകണ്ഠനെ പോലുള്ള ആൾക്കാർ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.